ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പദ്ധതികൾക്കാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന PM റാഹത്ത് പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ത്യ നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. 5ാം വ്യവസായ വിപ്ലവത്തിന് നിർമ്മിത ബുദ്ധി കരുത്തു പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ SIR കരട് വോട്ടർ പട്ടികയിൽ 100% ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇന്ന് മഹാശിവരാത്രി. രാജ്യമെമ്പാടുമുള്ള ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. ICC പുരുഷ T20 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന വിവിധ പദ്ധതികൾക്കാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി, ഹരിയാന, മഹാരാഷ്ട്ര, കർണാടക സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന 3 മൾട്ടി ട്രാക്കിംഗ് റെയിൽവേ പദ്ധതികൾ റെയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്താനും ചരക്കു നീക്ക ചെലവ് കുറയ്ക്കാനും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കും. ഹൈദരാബാദ് പനാജി സാമ്പത്തിക ഇടനാഴിയിലെ ദേശീയപാത 167 വീതി കൂട്ടാനുള്ള തീരുമാനം സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾക്കും വഴിയൊരുക്കുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന PM റാഹത്ത് പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. സേവാ തീർത്ത് ഓഫീസ് സമുച്ചയത്തിലേക്ക് മാറിയതിനു ശേഷം കൈക്കൊള്ളുന്ന ആദ്യത്തെ തീരുമാനമാണിത്. വിശദാംശങ്ങളിലേക്ക്. PM റാഹത്ത് പദ്ധതി പ്രകാരം റോഡ് അപകടം സംഭവിക്കുന്ന വ്യക്തിക്ക് അപകടം നടക്കുന്ന തീയതി മുതൽ 7 ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപ വരെ പണരഹിത ചികിത്സയ്ക്ക് അർഹതയുണ്ടായിരിക്കും. റോഡ് അപകടത്തിന് ശേഷം ഉടനടി വൈദ്യസഹായം ലഭ്യമാക്കുന്നതിലൂടെ ഒരു ജീവൻ പോലും നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നതെന്ന് റോഡ് ഉപരിതല ഗതാഗത മന്ത്രാലയം അറിയിച്ചു. അടിയന്തര പ്രതികരണ പിന്തുണ സംവിധാനമായ 112 ഹെൽപ്പ് ലൈനുമായി പദ്ധതിയെ സംയോജിപ്പിക്കും. ആശുപത്രികളുടെ തുക മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് ഫണ്ടിൽ നിന്നാണ് നൽകുക. അപകടമുണ്ടാക്കിയ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളുടെ വിഹിതത്തിൽ നിന്ന് തുക ഈടാക്കും. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങളും ഹിറ്റ് ആൻഡ് റൺ കേസുകളുമാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് വിഹിതത്തിൽ നിന്ന് തുക നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ജർമ്മനിയിലെ മ്യൂണിക്കിൽ ബവേറിയൻ വിദേശകാര്യമന്ത്രി എറിക് ബീസ്വെങ്ങറുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. നൈപുണ്യ വികസന മേഖലയ്ക്കായും ആരോഗ്യ മേഖലയ്ക്കായും കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളെക്കുറിച്ചും കേന്ദ്ര ധനമന്ത്രി കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചു. ജർമ്മനിയിലെ മ്യൂണിക്കിൽ പുരോഗമിക്കുന്ന മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡപ്പുളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വ്യാപാരവും ചരക്ക് നീക്കവും സുഗമമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് ഇന്നലെ മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ ശ്രീ S ജയശങ്കർ പറഞ്ഞു. ലോകം കൂടുതൽ ബഹുധ്രുവതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും സ്വതന്ത്രമായ തീരുമാനങ്ങളെടുക്കുന്ന കേന്ദ്രങ്ങൾ ഇനിയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. The world is heading towards greater multipolarity. There will be many more independent or autonomous centers of decision making. Probably the most interesting for many of us is Europe, because we have seen in some ways a sort of a strategic reawakening of Europe in the last few years. രാജ്യത്തെ ആദ്യ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി അധിഷ്ഠിത പൊതുവിതരണ സംവിധാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഉദ്ഘാടനം ചെയ്യും. ഭക്ഷ്യധാന്യ വിതരണം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കുക എന്നത് ലക്ഷ്യമിട്ട് ഗുജറാത്ത് സർക്കാർ ആവിഷ്കരിച്ചതാണ് ഈ സംരംഭം. ഭക്ഷ്യസുരക്ഷാ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിന് ധാന്യ ATMകളും പ്രത്യേക പോഷകാഹാര ക്യാമ്പയിനുകളും ഇതിന്റെ ഭാഗമായി ആരംഭിക്കും. ട്രെയിനുകളിലെ ജനറൽ കോച്ചുകളും ഫസ്റ്റ് ക്ലാസ് കോച്ചുകൾക്ക് തുല്യമായ ശുചിത്വം ഉറപ്പാക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. റെയിൽവേ പരിഷ്കാരങ്ങളെക്കുറിച്ച് ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1.5 മണിക്കൂർ ഇടവേളകളിൽ കോച്ചുകൾ വൃത്തിയാക്കുന്നതിനായി കൂടുതൽ ജീവനക്കാരെ വിന്യസിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. പശ്ചിമബംഗാളിൽ SIRന്റെ ഭാഗമായുള്ള ഹിയറിംഗ് പൂർത്തിയായപ്പോൾ 6.61 ലക്ഷം സമ്മതിദായകരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കി. ഏകദേശം 4.98 ലക്ഷം വോട്ടർമാർ നോട്ടീസ് സ്വീകരിച്ചെങ്കിലും ഹിയറിംഗിന് ഹാജരായില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പുരോഗമിക്കുന്നു. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതിനു ശേഷം പിശകുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നോട്ടീസ് നൽകിയവർക്കുള്ള 100% ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. നിലവിലെ വിവരങ്ങൾ ക്രോഡീകരിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21 പ്രസിദ്ധീകരിക്കും.
CISFന്റെ വന്ദേമാതരം കോസ്റ്റൽ സൈക്ലത്തോൺ ഇന്ന് ഗോവയിലെ ചിക്കാലിമിലെത്തും. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് ജില്ലയിൽ നിന്നാണ് സൈക്ലത്തോൺ ഗോവയിൽ പ്രവേശിക്കുന്നത്. ദേശീയ ഐക്യം, തീരദേശ ജാഗ്രത എന്നിവ ഉറപ്പാക്കുന്നതിനും വന്ദേമാതരത്തിന്റെ 180-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുമാണ് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ വിഷൻ 2031 വികസനവും ജനാധിപത്യവും അന്താരാഷ്ട്ര കോൺഫറൻസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K. രാജൻ അധ്യക്ഷനാകും. നൊബേൽ ജേതാവ് അമർത്യ സെൻ, ചരിത്രകാരി റോമില താപ്പർ എന്നിവർ ഓൺലൈനായി പങ്കെടുക്കും. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. ജന്മനാടായ പത്തനംതിട്ടയിലെ മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് പള്ളിയിൽ വൈകുന്നേരം 3:30 ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം. 10 മാസമുള്ള ആലിന്റെ അവയവങ്ങൾ 5 പേർക്കാണ് ദാനം ചെയ്തത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് ആലിൻ ഷെറിൻ എബ്രഹാം. ഇന്ത്യ വേദിയൊരുക്കുന്ന നിർമ്മിത ബുദ്ധി ഉച്ചകോടി നാളെ ന്യൂഡൽഹിയിൽ തുടങ്ങും. ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച നിർവഹിക്കും. AI-യുമായി ബന്ധപ്പെട്ട 7 പ്രമേയങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി. ഇതോടനുബന്ധിച്ചുള്ള പ്രദർശനം മറ്റന്നാൾ തുടങ്ങും. സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് പുറമെ ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, UK തുടങ്ങിയ വിദേശ രാജ്യങ്ങളുടെ സ്റ്റാളുകളും ഉണ്ടാകും. സാമൂഹിക സ്വാധീനം, സാങ്കേതിക വിദ്യയുടെ സ്വീകാര്യത, ഭരണ നിർവഹണം എന്നിവയിലൂന്നി 5ാം വ്യവസായ വിപ്ലവത്തിന് നിർമ്മിത ബുദ്ധി കരുത്തു പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ലോകത്തിലെ ഏറ്റവും വലിയ AI ഉച്ചകോടികളിലൊന്നിനാണ് ഇന്ത്യ വേദിയാകുന്നത്. വരും തലമുറ സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യയ്ക്കുള്ള വർദ്ധിച്ചുവരുന്ന പ്രാധാന്യത്തിന്റെ സൂചനയാണിതെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. AI is basically bringing the 5th industrial revolution. And this industrial revolution is going to be much bigger than the past industrial revolutions, past changes in technology, major transformations which have happened in the past. And the pace of transformation is also going to be very fast. We must prepare our industries for this change, prepare our students for this, prepare our society for this. ഇന്ന് മഹാശിവരാത്രി. ശിവരാത്രി ആഘോഷത്തിന് എല്ലാ പ്രമുഖ ശിവക്ഷേത്രങ്ങളും ഒരുങ്ങി. ഭക്തർ ശിവരാത്രി വ്രതം നോറ്റ് ക്ഷേത്ര ദർശനം നടത്തും. കൂവളത്തില സമർപ്പിച്ചും ഉപവാസമനുഷ്ഠിച്ചും രാത്രി ഉറങ്ങാതെയും ഭക്തർ ശിവരാത്രി പുണ്യത്തിനായി പ്രാർത്ഥിക്കും. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോ ഇന്നും നാളെയും പ്രത്യേക സർവീസ് നടത്തും. 114ാമത് ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് ഇന്ന് പത്തനംതിട്ടയിൽ തുടക്കമാകും. തിരുനാവായ മഹാമാഘ മഹോത്സവ പരമാചാര്യൻ മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് വൈകിട്ട് 3:45 ഹിന്ദുമത പരിഷത്ത് ഉദ്ഘാടനം ചെയ്യും. മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ, മന്ത്രി റോഷി അഗസ്റ്റിൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഈ മാസം 22 നടക്കുന്ന സമാപന സഭയുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ നിർവഹിക്കും. ICC പുരുഷ T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. രാത്രി 7 കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം. കളിച്ച 2 മത്സരങ്ങളിലും വിജയിച്ച ഇരു ടീമുകൾക്കും നിലവിൽ 4 പോയിന്റ് വീതമുണ്ട്. ഇന്ന് നടക്കുന്ന മറ്റ് മത്സരങ്ങളിൽ വെസ്റ്റ് ഇൻഡീസ് നേപ്പാളിനെയും USA നമീബിയയെയും നേരിടും. ബംഗ്ലാദേശിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ AMM നാസിറുദ്ദീൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ദേശീയ തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വൻ വിജയമാണ് നേടിയത്. ഇറാൻ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള 2ാം ഘട്ട US ഇറാൻ ചർച്ചകൾ അടുത്ത ആഴ്ച ജനീവയിൽ നടക്കുമെന്ന് സ്വിസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഒമാൻ ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കും. വിഷയത്തിൽ ധാരണയിലെത്താതിരിക്കുന്നത് കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ആദ്യഘട്ട ചർച്ചകൾക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പദ്ധതികൾക്കാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന PM റാഹത്ത് പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ത്യ നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. 5ാം വ്യവസായ വിപ്ലവത്തിന് നിർമ്മിത ബുദ്ധി കരുത്തു പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ SIR കരട് വോട്ടർ പട്ടികയിൽ 100% ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇന്ന് മഹാശിവരാത്രി. രാജ്യമെമ്പാടുമുള്ള ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. ICC പുരുഷ T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.